ഇത് ഇപ്പം പോകുമ്പോൾ പുതിയതായിട്ടെടുത്ത് ടി വി എസ് ജൂപ്പിറ്ററാണ്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു ഫീച്ചർ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ മൊബൈലിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ, പിന്നെ റേഞ്ച്, ബ്ലൂടൂത്തിൻ്റെ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ നാവിഗേഷൻ ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അതിനകത്ത് തന്നെയാണ് ഇതിപ്പം ടോട്ടൽ ടൈം എടുക്കുന്നത്. കൊല്ലമാണുള്ളത്. അപ്പോൾ കൊല്ലത്തെ ഒരു മാപ്പ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഇവിടെ തന്നെയുള്ള ആവറേജ് ഫുൾ എക്കോണമിക്ക് എഴുതി കഴിയുന്നത്. പിന്നെ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്, ഇത് നമ്മൾ ഡിസ്റ്റൻസ് ടു MT, ഇത് നമ്മൾ ഫ്യൂലൊക്കെ അറിയാമല്ലോ. സൈഡ് ഇൻഡിക്കേറ്റർ, ഇത്രയാണ് ഓപ്ഷനുള്ളത്. നമ്മൾ ഈ നാവിഗേഷൻ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ TVSയുടെ ആപ്പുണ്ട്, TVS കണക്ട്. അതുവഴി നമ്മൾ നാവിഗേഷൻ കണക്ട് ചെയ്യണം. നമ്മൾ എൻജിൻ നമ്പറും ചേസ് നമ്പറും വെച്ച്. ഇതിനകത്ത് നമ്മൾ ഫ്യൂൽ ടാങ്ക് വരുന്ന ഫ്രണ്ടിലാണ്. ഇപ്പോൾ താക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓഫ് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് റൈറ്റിലോട്ട്, ഇങ്ങനെയാണ് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ബേക്ക് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട് ഓഫ് ചെയ്തിട്ട് 2 ഹെൽമെറ്റ് സപ്പോർട്ട് കൊടുക്കും. ഇത്രയും സ്പേസ് ഉള്ള വേറെ വണ്ടിയില്ല, ഇത്രയും സ്പേസ്. ഇതിനകത്ത് അസാഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് എത്ര സ്കൂട്ടിയെ കൊണ്ടുവന്നറിയാൻ വയ്യ. നമ്മൾ ഇൻഡിക്കേറ്റർ ബട്ടണും ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ ഓണാക്കിയില്ലേ, 5 സെക്കൻഡ് ഇൻഡിക്കേറ്റർ വണ്ടി കാണിച്ചാൽ ഇപ്പം എങ്ങനെയുണ്ട്, സെറ്റല്ലേ. പിന്നെ ഒരു ഫീച്ചറുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടി ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാർക്കിങ്ങിലാണെങ്കിൽ ആപ്പിൻ്റെ അകത്ത് ഫൈൻഡ് മീ ഒരു ഓപ്ഷന് ഈ 4 ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് കിടക്കും. വാല്യൂ ഫോർ മണി ഒരു വണ്ടി തന്നെ അത്. ഒരു 1,19,000 രൂപയ്ക്ക് എടുത്ത് റേഞ്ച്. ഇപ്പോൾ ഓഫ് കണ്ട് ഓണത്തിന് ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ച TVS Vigo വരുന്നത്, അതിന് ശേഷമാണ് ഇത് ഉപയോഗിച്ചത്. പക്ഷേ സർവീസിങ് നല്ലതാണെന്ന് എനിക്കറിയാൻ വയ്യ. വണ്ടി എടുത്തതിന് ശേഷം ഷോറൂമിൽ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. അങ്ങനത്തെ ടൈപ്പാണ് ഇവർ. വണ്ടി നല്ലതാണ്.